നമ്മളൊരേ സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരക്കുണ്ട് കേരളത്തിലെ ഗവൺമെൻറ് LP സ്കൂളിലാണ്. അപ്പോൾ ഇതിൽ പോണ വൈക്ക കണ്ടപ്പോൾ വണ്ടികളും ചങ്കുകൾ നമ്മളെ സായിദും ജാബറൊക്കെ പുറത്ത് ഇങ്ങനെ ജാബർ ക്യാമറയിട്ട് നിൽക്കുന്നുണ്ട്, സായിദും മല്ലിക്കിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ സംഭവം ഇവിടെ നല്ല ക്ലീനിങ്ങാണ്, നല്ലൊരു പ്രവർത്തനം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാ സ്കൂളുകളും ഇപ്പോൾ ഹൈസ്കൂളുകളും മറ്റുള്ള സ്കൂളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനത് പോയപ്പോൾ ഒന്ന് കവർ ചെയ്താണ്. എന്തായാലും പഠിച്ചു വന്ന സ്കൂളിൽ ഇവിടെ നമ്മുടെ നിസാർ അക്ഷയ് ഉണ്ട്, അതുപോലെ തന്നെ അൻവർ ഉണ്ട്, പിന്നെ PC ഉണ്ട്, ഒരുപാട് നോവൽറ്റി ക്ലബിൻ്റെ പ്രവർത്തകരുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് വന്നപ്പോൾ നോക്കിയതാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ലോഞ്ചിങ്ങൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ MLA കയ്യിൽ ഒരു ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സ്വരാജ് മസ്താൻ അല്ലേ, അതല്ലേ മസ്താൻ്റെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, അടിപൊളി വണ്ടി. എന്തായാലും അതിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ ക്ലീനിങ് പ്രവർത്തനം നടക്കുന്നുണ്ട്. സായിദേ ബെൽറ്റൊക്കെ അരിത്തിരിക്കുന്നുണ്ട്, ചങ്ങാഴ്ച നോക്കുന്നുണ്ടോ? അപ്പോൾ കാട് വിട്ടാണ്. എന്നായിക്കോട്ടെ, ഞാനത് കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവെച്ചാണ്. ഏതായാലും ഇവർ രണ്ട് ഡയലോഗ് നോക്കാം നമുക്ക്. കിഴക്കേത്തല ഗവൺമെന്റ് LP സ്കൂൾ, ഞാൻ പറഞ്ഞ പറയല്ലേ, കിഴക്കേത്തല എന്നല്ലേ, കിഴക്കേത്തല ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികളുടെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് നോവൽറ്റി ക്ലബ്ബ് പ്രവർത്തകര് സ്കൂളിന്റെ പരിസരം നമ്മളെ സ്കൂൾ തുറക്കല്ലേ നാളെ. അപ്പോൾ ആകെ സൈഡിലൊക്കെ ഈ കാടും ഇതൊക്കെ ആയിട്ട് ഈ പാമ്പും ചേരൊക്കെ കുട്ടികൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ വണ്ടി കളിച്ച സ്ഥലമാണ്. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നോവൽറ്റി ഒന്ന് ഇറങ്ങിയതാണ്. നമ്മളൊക്കെ പഠിച്ചു വളർന്ന സ്കൂളല്ലേ, അങ്ങനെ നമുക്ക് കണ്ട് മാറ്റിയെടുത്താൻ പറ്റുമോ? ഏതായാലും എൻ്റെ പ്രവർത്തനത്തിലാണ്, കുഴപ്പമൊന്നുമില്ല. ചെറുക്കന്മാരൊക്കെ ഉണ്ട്, അപ്പുറത്ത് ചെറുക്കന്മാരുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായി നീങ്ങുന്നുണ്ട്. നോവൽറ്റി ക്ലബിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ തീരുമാനിച്ചാൽ ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പം ഇന്നും അവിടെയും ക്ലീനിങ് നടക്കുന്നുണ്ട്. PTA അതുപോലെ തന്നെ RGRFൻ്റെ പ്രവർത്തകരൊക്കെ ഇന്ന് കരുവാരക്കുണ്ട് സ്കൂളിലും ക്ലീനിങ്ങായിട്ട്, അതുപോലെ തന്നെ നാളെ കുട്ടികളെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല പ്രോഗ്രാമുകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പെയിൻറ്റൊക്കെ ചെയ്ത് ഒക്കെ അടിപൊളിയാണ്. പെയിൻറ്റിങ് നമ്മൾ ഗഫൂറാക്കും ടീമൊക്കെ ഉണ്ട്, ഉഷാറായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ SPC വിദ്യാർത്ഥികൾ അവരുടെ ജോലിയായിട്ടും ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും ഇത് കവർ ചെയ്തു, അതിനെ ബൈറ്റും കാര്യങ്ങളും എടുത്തിട്ടുള്ള. എന്തായാലും ഈ കരുവാരക്കുണ്ട് എന്നല്ല, കേരളത്തിൽ തന്നെ സ്കൂളുകളെല്ലാം പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ കരുവാരക്കുണ്ടിലും എല്ലാ സ്കൂളുകളിലും, ഞാൻ എല്ലാ സ്കൂളും കവർ ചെയ്തിട്ടില്ല, ഈ ഒരു 2 സ്കൂളിൻ്റെ ഒരു കവർ ചെയ്തതാണ്. ഏതായാലും പ്രവേശനോത്സവം നല്ല ഭംഗിയാകട്ടെ, നമ്മുടെ മക്കൾ പഠിച്ച് വളരട്ടെ. ആ വിവരം ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പങ്കുവെച്ചു. അതുപോലെ തന്നെ നമ്മുടെ പഴയടക്കൽ UP സ്കൂള്, അവിടെയും തന്നെ ക്ലീനിങ് പ്രവർത്തനങ്ങൾ നടന്നു. തുറക്കുന്നതിന് ഭാഗമായിട്ട് കാടുവെട്ടലും അതുപോലെ തന്നെ സ്കൂളിന് മറവുള്ള പന്തവും കാര്യങ്ങളുമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ സൺസൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് DYFIൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ക്ലീനിങ് പ്രവർത്തനം നടന്നത്. DYFIൻ്റെ ഒരുപാട് യുവാക്കൾ അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഞാനതിൽ എടുത്ത് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 സ്കൂളിലും 3 ടീമുകളാണ് ക്ലീനിങ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ള. ഏതായാലും പഴയടക്കൽ സ്കൂളും ഒരുപാട് ക്ലീനിങ്ങുകളുണ്ടായിരുന്നു, അതും DYFIൻ്റെ നേതൃത്വത്തിൽ ആ ക്ലീനിങ് പ്രവർത്തനം നടന്നു. 3 വീഡിയോയും പാടെ ഞാൻ ഒന്നാക്കി ചെറിയൊരു വീഡിയോ കവർ ചെയ്തതാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്കൂളുകളിൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഈ വിവരങ്ങളൊക്കെ ഒന്ന് കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവെച്ചു എന്നുള്ളത് മാത്രമാണ്.